നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ നടപ്പാക്കുന്ന സ്നേഹക്കൂട് പദ്ധതിയുടെ ഭാഗമായി നിർമ്മാണം പൂർത്തീകരിച്ച വീടിന്റെ താക്കോൽദാനം നടത്തി. ബ്യൂട്ടി പാർലർ ഉടമയായിരുന്ന ഷീല സണ്ണിയെ വ്യാജ മയക്കുമരുന്ന് കേസിൽ കുടുക്കിയ മുഖ്യപ്രതി ഒടുവിൽ പിടിയിൽ. $2 ലക്ഷം ചിലവഴിച്ച് പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് അങ്കണവാടികളിലേക്ക് വാങ്ങി നൽകിയ ഉപകരണങ്ങളുടെ വിതരണം നടത്തി. സാംബവ വനിതാ സമാജം തൃശൂർ ജില്ലാ സംഗമം നടത്തി. തൃശൂർ ജില്ലാ സീനിയർ പുരുഷ വനിതാ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ആരംഭിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന സ്നേഹക്കൂട് പദ്ധതിയുടെ ഭാഗമായി APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയിലെ NSS സെൽ തൃശൂർ, പാലക്കാട് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ കൊടകര സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജ് NSS യൂണിറ്റിന്റെ സഹകരണത്തോടെ നിർമ്മാണം പൂർത്തീകരിച്ച വീടിന്റെ താക്കോൽദാനം നടത്തി. മന്ത്രി ഡോക്ടർ ആർ ബിന്ദു താക്കോൽദാനം നിർവഹിച്ചു. ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ അധ്യക്ഷനായി. കൊടകര സഹൃദയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജിയിലെ NSS പ്രോഗ്രാം ഓഫീസർ CU വിജയ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ RN അൻസർ, ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ് മാസ്റ്റർ, APJ AKTU പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ അരുൺ M, ആളൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് MS വിനയൻ, പഞ്ചായത്ത് അംഗങ്ങളായ UK പ്രഭാകരൻ, ദിബിൻ പാപ്പച്ചൻ എന്നിവർ സംസാരിച്ചു. ആളൂർ സ്വദേശി റസിയ സുൽത്താനാണ് വീട് നിർമ്മിച്ചു നൽകിയത്. പദ്ധതിയുടെ ഭാഗമായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ട് ഈ ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയ ഭവനരഹിത കുടുംബങ്ങൾക്ക് വീട് പണിത് നൽകുന്നതിന് സുമനസ്സുകളായ വ്യക്തികളും സന്നദ്ധ സംഘടനകളുമെല്ലാം കൈകോർത്ത് പിടിച്ച് സർക്കാരിനൊപ്പം ഉണ്ടാകണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനങ്ങളിലൂടെ ആഹ്വാനം ചെയ്യാറുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സർക്കാർ നിലവിൽ വന്നതിന് ശേഷം ആദ്യം കൂടിയ NSS ഉപദേശക സമിതി. ഇത് നമ്മുടെ ബിന്ദു ടീച്ചറുടെ വകുപ്പിലെ സാമൂഹ്യനീതി വകുപ്പിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സ്വപ്നക്കൂട് എന്ന് പറയുന്ന സ്വന്തമായിട്ട് തലചായ്ക്കാൻ സ്നേഹക്കൂട്. ബ്യൂട്ടി പാർലർ ഉടമയായിരുന്ന ഷീല സണ്ണിയെ വ്യാജ മയക്കുമരുന്ന് കേസിൽ കുടുക്കിയ മുഖ്യപ്രതി ഒടുവിൽ പിടിയിൽ. തൃപ്പൂണിത്തറ എരൂർ സ്വദേശി നാരായണദാസാണ് പിടിയിലായത്. പ്രത്യേക അന്വേഷണ സംഘം ബാംഗ്ലൂരിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. ചാലക്കുടി നഗരത്തിൽ ബ്യൂട്ടി പാർലർ നടത്തുകയായിരുന്ന ഷീല സണ്ണിയുടെ ഇരുചക്ര വാഹനത്തിൽ നിന്ന് ലഹരി സ്റ്റാമ്പ് കണ്ടെത്തിയെന്നാരോപിച്ച് 2023 ഫെബ്രുവരി 27-നാണ് ഇവരെ ജയിലിലടച്ചത്. 72 ദിവസം ജയിലിൽ കഴിഞ്ഞ ശേഷം കേസ് വ്യാജമെന്ന് കണ്ടെത്തി. നാരായണദാസ് എന്നയാളാണ് ഷീല സണ്ണിയെ വ്യാജ കേസിൽ കുടുക്കിയതെന്ന് പിന്നീട് അന്വേഷണത്തിൽ കണ്ടെത്തി. ഇയാൾ മുൻകൂർ ജാമ്യം തേടി സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും കോടതി തള്ളി. കോടതി നിർദ്ദേശിച്ച സമയപരിധി കഴിഞ്ഞിട്ടും ഇയാൾ ഹാജരായിരുന്നില്ല. കള്ളക്കേസിൽ കുടുക്കിയതിന് നഷ്ടപരിഹാരം നൽകണമെന്നും കേസിൽ എക്സൈസിനും പങ്കുണ്ടെന്നുമാണ് ഷീല ആരോപിക്കുന്നത്. 72 ലക്ഷം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഷീല. ഷീല സണ്ണി ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയെങ്കിലും ഉപജീവന മാർഗമായ ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ അടച്ചുപൂട്ടേണ്ടി വന്നിരുന്നു. സുമനസ്സുകളുടെ സഹായത്തോടെ പുതിയ പാർലർ ആരംഭിച്ചെങ്കിലും മറ്റുള്ളവർ സംശയദൃഷ്ടിയോടെ കണ്ടതിനാൽ അതും അടച്ചുപൂട്ടേണ്ടി വന്നു. തുടർന്ന് നാടുവിട്ട ഷീല ഇപ്പോൾ ചെന്നൈയിൽ ഡേ കെയറിൽ ആയയായി ജോലി നോക്കുകയാണ്. അപ്പൊ അത് പിടിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്തിനു വേണ്ടിയാ പിടിച്ചു കഴിയുമ്പോഴാണല്ലോ അറിയുള്ളൂ ഇതിന്റെ സത്യാവസ്ഥ എന്താണ്, ആർക്ക് വേണ്ടി ഇത് ചെയ്ത് അങ്ങനെയൊക്കെ. മോനും ഇതിൽ അന്ന് നാരായണദാസിന്റെ വീട് റൈഡ് ചെയ്യാൻ പോയ സമയത്ത് അവിടുത്തെ CCTV കണ്ടു എന്നാ പറയുന്നത്. വേറെ വിവരമൊന്നും അറിയില്ല.
അപ്പോൾ അവനിപ്പോൾ ഒളിവിലാണെന്നൊക്കെ പറയുന്നത്. പിന്നെ ഈ സംഭവം നടന്ന് കഴിഞ്ഞ ശേഷം മകന് ഞങ്ങളായിട്ട് ഒരു ബന്ധമുണ്ടായിട്ടില്ല, ഞങ്ങളെ വിളിക്കാറും കൂടിയില്ല. 2 ലക്ഷം രൂപ ചിലവഴിച്ച് പറപ്പൂക്കര പഞ്ചായത്ത് അങ്കണവാടികളിലേക്ക് വാങ്ങി നൽകിയ ഉപകരണങ്ങളുടെ വിതരണം നടത്തി. മുത്തർത്തിക്കര കൈരളി അങ്കണവാടിയിൽ നടത്തിയ വിതരണം പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MK ശൈലജ ടീച്ചർ അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗം ഷീബ സുരേന്ദ്രൻ, ICDS സൂപ്പർവൈസർ ധന്യ TS എന്നിവർ സംസാരിച്ചു. വെയിങ് മെഷീൻ, സ്റ്റീൽ പാത്രങ്ങൾ, കസേരകൾ എന്നിവയാണ് അങ്കണവാടികളിലേക്ക് വിതരണം ചെയ്തത്. സാംബവ വനിതാ സമാജം തൃശൂർ ജില്ലാ സംഗമം നടത്തി. ചാലക്കുടി രാജീവ് ഗാന്ധി ടൗൺ ഹാളിൽ സംസ്ഥാന പ്രസിഡന്റ് PK ശങ്കർദാസ് ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ ഭവാനി കുമാരൻ അധ്യക്ഷത വഹിച്ചു. വനിതാ സമാജം സംസ്ഥാന പ്രസിഡന്റ് R വിജയലക്ഷ്മി, ജനറൽ സെക്രട്ടറി ബിന്ദു സുരേഷ്, സംസ്ഥാന ട്രഷറർ KS മിനി, വൈസ് പ്രസിഡന്റ് ഓമന മുരളീധരൻ, ജോയിന്റ് സെക്രട്ടറി ഷീല ചന്ദ്രൻ തുടങ്ങിയ നേതാക്കൾക്ക് സ്വീകരണം നൽകി. സാംബവ മഹാസഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KM കൗസല്യ, ജില്ലാ പ്രസിഡന്റ് NV സുബ്രൻ, സെക്രട്ടറി PS ദിലീപ് കുമാർ, VA സോമസുന്ദരൻ, തങ്കമണി തറയിൽ, സുലോചന രാജൻ, മിനി പ്രഭാകരൻ, സ്മിത ഉണ്ണികൃഷ്ണൻ, PV വിനേഷ്, NC സുധീർ, VM സുബ്രൻ, PM സുരേഷ്, MK ദിനേശൻ, UR പ്രസന്നകുമാരി, ബേബി ബാലകൃഷ്ണൻ, KS ഷീല, സുരേഷ് മംഗലാൻ, PA രഘു എന്നിവർ സംസാരിച്ചു. പിന്നീട് നമ്മുടെ സമ്മേളനം കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ പ്രാതിനിധ്യ സ്വഭാവത്തോടു കൂടി തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജില്ലാ കമ്മിറ്റി ഉണ്ടാകും. ഇത് ജില്ലാ സമ്മേളനമല്ല, ഒരു വനിതാ സംഗമം മാത്രമാണ്. അത് ഇതുവരെ വളരെ നല്ല രീതിയിൽ നടന്നു. ഞങ്ങൾ പോകുള്ളൂ. ഓരോ ശാഖ ആയിട്ടും ഓരോ യൂണിയനായിട്ടും എല്ലാവരെയും അടുത്തടുത്ത് സംസാരിക്കാൻ അവസരം. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്താൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാതല യോഗത്തിൽ തീരുമാനം. ജില്ലാ ഭരണകൂടത്തിന്റെയും ജില്ലാ ശുചിത്വ മിഷന്റെയും ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ വിവിധ വകുപ്പുകളുടെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വിലയിരുത്തി. മൺസൂൺ പൂർവ്വകാല ശുചീകരണത്തിനായി ഈ വർഷം ജില്ലയിൽ നേരത്തെ തന്നെ പ്രവൃത്തികൾ ആരംഭിച്ചതായി ജില്ലാ കളക്ടർ പറഞ്ഞു. മാലിന്യമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ ശുചീകരണ പ്രവർത്തികളുടെ തുടർച്ചയാണ് ഇനി വേണ്ടത്. മഴക്കാലം തുടങ്ങുന്നതിന് മുൻപേ ഏതൊരു സാഹചര്യത്തിനും വേണ്ട മുന്നൊരുക്കങ്ങൾ ജില്ലയിൽ പൂർത്തിയായിരിക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു. ഖാനകൾ വൃത്തിയാക്കൽ, 100% വാതിൽപ്പടി ശേഖരണം ഉറപ്പുവരുത്തൽ, വാർഡ് ശുചിത്വ സമിതികളുടെ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തൽ, NCC, NSS, നെഹ്റു യുവകേന്ദ്ര, സ്കൌട്ട് ആൻഡ് ഗൈഡ്സ്, റെസിഡൻസ് അസോസിയേഷൻ തുടങ്ങിയ സന്നദ്ധ സംഘടനകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തൽ, ജലാശയങ്ങൾ ശുചീകരിച്ച് മാലിന്യം നീക്കി ജലസ്രോതസ്സുകളിലേക്ക് നീരൊഴുക്ക് ഉറപ്പാക്കൽ, ഡ്രൈ ഡേ ആചരിക്കൽ, ആരോഗ്യവകുപ്പ് കണ്ടെത്തിയ ഹോട്ട്സ്പോട്ടുകളിൽ പ്രത്യേക ശ്രദ്ധ കൊടുത്ത് പ്രവർത്തിപ്പിക്കൽ തുടങ്ങിയവ നടപ്പാക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. മാലിന്യമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന തലത്തിൽ ജില്ലയ്ക്ക് 3ാം സ്ഥാനം നേടാൻ പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീദേവി, തദ്ദേശ സ്വയംഭരണ ഡെപ്യൂട്ടി ഡയറക്ടർ K സിദ്ദീഖ്, ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ രജനീഷ് രാജൻ, ഡെപ്യൂട്ടി DMO ഡോക്ടർ TK അനൂപ് എന്നിവർ സംസാരിച്ചു. വിവിധ വകുപ്പ് മേധാവികൾ, തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർ എന്നിവരും പങ്കെടുത്തു. തൃശൂർ ജില്ലാ സീനിയർ പുരുഷ വനിതാ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ആരംഭിച്ചു. കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് രാജേഷ് PR അധ്യക്ഷത വഹിച്ചു. കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മോഹിനിക്കുട്ടൻ, വാർഡ് മെമ്പർ മോളി തോമസ്, വിദ്യാലയ മാനേജർ ഷാജി CA, കേരള ഹാൻഡ്ബോൾ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് GB V പെരേപ്പാടൻ എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ ജയ I സ്വാഗതവും ഹെഡ്മിസ്റ്റേഴ്സ് മാലിനി MP നന്ദിയും അറിയിച്ചു. വിവിധ ടീമുകളിലായി 200ഓളം താരങ്ങൾ പങ്കെടുത്തു. തൃശൂർ ജില്ലാ പുരുഷ വനിതാ ടീമിനെ ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്നാണ് തിരഞ്ഞെടുക്കുന്നത്. നല്ലൊരു ടീം ജില്ലയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുവാനും കഴിയട്ടെ. എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഇന്നിവിടെ നമ്മുടെ ഈ കായിക മാമാങ്കത്തിന് പങ്കെടുക്കാനെത്തിയിട്ടുള്ള എല്ലാ താരങ്ങൾക്കും പ്രത്യേകം മാരകമായ രാസലഹരി ഉപയോഗം, അതുവഴി ഉണ്ടാകുന്ന ദുരന്തങ്ങളെയും ചെറുക്കാൻ അവധിക്കാല ഫുട്ബോൾ പരിശീലനത്തിൽ പങ്കെടുക്കുന്ന 100 കണക്കിന് വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ കൂട്ട ഓട്ടം നടത്തി.
ചാലക്കുടി നഗരസഭയുടെ നന്മ ലഹരി പദ്ധതിയുമായി കൈകോർത്ത് വിആർപുരം ന്യൂ ലോഞ്ചേഴ്സ് ക്ലബ് ചാലക്കുടി സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണത്തോടെ വിആർപുരം ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടത്തുന്ന അവധിക്കാല ഫുട്ബോൾ ക്യാമ്പിന്റെ ഭാഗമായിട്ടാണ് കൂട്ടഓട്ടം സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് ജോജു പുളിയാനി അധ്യക്ഷനായി. PV സനീഷ് കുമാർ, MV രാധാകൃഷ്ണൻ, സുമിത് എന്നിവർ പ്രസംഗിച്ചു. മറ്റു പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ വർഷത്തെ ഫുട്ബോൾ പരിശീലന പരിപാടി ലഹരിക്കെതിരെയുള്ള ഒരു വലിയ പ്രവർത്തനമാണ് നമ്മൾ ഈ പരിശീലന പരിപാടിയോടൊപ്പം തന്നെ നമ്മൾ നടത്തുന്നത്. അതിനു വേണ്ടിയിട്ടാണ് എല്ലാ ദിവസവും നിങ്ങൾക്ക് തരുന്ന നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ പരിശീലകരായാലും ബന്ധപ്പെട്ട ആളുകളൊക്കെ. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,940 രൂപ, പവന് 71,520 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന. പ്രധാന വാർത്തകൾ വീണ്ടും. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദുവിന്റെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ നടപ്പാക്കുന്ന സ്നേഹക്കൂട് പദ്ധതിയുടെ ഭാഗമായി നിർമ്മാണം പൂർത്തീകരിച്ച വീടിന്റെ താക്കോൽദാനം നടത്തി. ബ്യൂട്ടി പാർലർ ഉടമയായിരുന്ന ഷീല സണ്ണിയെ വ്യാജ മയക്കുമരുന്ന് കേസിൽ കുടുക്കിയ മുഖ്യപ്രതി ഒടുവിൽ പിടിയിൽ. $2 ലക്ഷം ചിലവഴിച്ച് പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് അങ്കണവാടികളിലേക്ക് വാങ്ങി നൽകിയ ഉപകരണങ്ങളുടെ വിതരണം നടത്തി. സാംബവ വനിതാ സമാജം തൃശൂർ ജില്ലാ സംഗമം നടത്തി. തൃശൂർ ജില്ലാ സീനിയർ പുരുഷ വനിതാ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ആരംഭിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.